ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന, 58-ാം ദിവസം ആലയപ്രതിഷ്ഠയും കാഴ്ച സമർപ്പണവും. ഇന്നേ ദിവസം നമ്മൾ സംഖ്യയുടെ പുസ്തകം 7-ാം അധ്യായം, നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 92 എന്നിവ വായിക്കുന്നു. കാളക്കുട്ടിയെ ആരാധിച്ചതിന് ശേഷം ദൈവപക്ഷത്തേക്ക് മാറി നിൽക്കാതിരുന്ന ഗോത്രങ്ങളുടെ പൗരോഹിത്യം അവർക്ക് നഷ്ടപ്പെടുന്നു. ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ മറ്റു വിജാതീയ ജനതകളുമായി ഇടകലരാതിരിക്കാൻ വേണ്ടി കാനാൻ ദേശത്തെ മറ്റ് ജനതകളെയും ഇല്ലായ്മ ചെയ്യാൻ കർത്താവ് ആവശ്യപ്പെടുന്ന ഭാഗവും നിയമാവർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നു. മാമോദീസ സ്വീകരിച്ച് പുതിയ ഉടമ്പടിയുടെ ഭാഗമായ നമ്മൾ പാപത്തോട് സമരം നടത്താനുള്ള ആഹ്വാനം തിരുവചനം നമുക്ക് നൽകുന്നു. സംഖ്യയുടെ പുസ്തകം 7-ാം അധ്യായം, ആലയപ്രതിഷ്ഠയും കാഴ്ച സമർപ്പണവും. മോശ ആലയം സ്ഥാപിക്കുന്നത് പൂർത്തിയാക്കിയ ദിവസം അവനത് അഭിഷേകം ചെയ്തു. അതും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും ബലിപീഠവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും അവൻ വിശുദ്ധീകരിച്ചു. അവനവ അഭിഷേകം ചെയ്യുകയും പവിത്രീകരിക്കുകയും ചെയ്തു. ഇസ്രായേൽ നേതാക്കന്മാർ, അതായത് അവരുടെ പിതൃഭവന തലവന്മാർ കാഴ്ചയർപ്പിച്ചു. അവരായിരുന്നു ഗോത്രങ്ങളുടെ നേതാക്കന്മാർ. കണക്കെടുപ്പുകൾക്ക് മേൽനോട്ടക്കാരും അവരായിരുന്നു. അവർ കർത്തൃസന്നിധിയിൽ തങ്ങളുടെ കാണിക്ക 2 നേതാക്കന്മാർക്ക് ഒരു വണ്ടി, ഒരാൾക്ക് ഒരു കാള എന്ന വിധം മൂടിയുള്ള 6 വണ്ടികളും 12 കന്നുകാലികളെയും കൊണ്ടുവന്നു. അവർ ആലയത്തിനു മുമ്പിൽ അവ സമർപ്പിച്ചു. അപ്പോൾ കർത്താവ് മോശയോട് ഇപ്രകാരം അരുൾ ചെയ്തു: സമാഗമ കൂടാര ശുശ്രൂഷ നിർവഹിക്കുവാൻ അവ ഉപകരിക്കേണ്ടതിന് നീ അവരിൽ നിന്ന് സ്വീകരിച്ച് അവ ഓരോരുത്തൻ്റെയും ശുശ്രൂഷയ്ക്കനുസരിച്ച് ലേവായർക്ക് നൽകുക. മോശ വണ്ടികളും കന്നുകാലികളെയും സ്വീകരിച്ച് അവ ലേവായർക്ക് കൊടുത്തു. ഗർഷോന്യർക്ക് അവരുടെ ശുശ്രൂഷയ്ക്കനുസരിച്ച് 2 വണ്ടികളും 4 കന്നുകാലികളെയും കൊടുത്തു. മൊറാര്യർക്ക് അവരുടെ ശുശ്രൂഷയ്ക്കനുസരിച്ച് പുരോഹിതനായ അഹ്റോൻ്റെ മകൻ ഇത്താമർ വശം 4 വണ്ടികളും 8 കന്നുകാലികളും നൽകി. എന്നാൽ കൊഹാത്യർക്ക് നൽകിയില്ല. കാരണം അവരുടെ മേലുണ്ടായിരുന്നത് വിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷയാണ്. തോളിലാണ് അവർ വഹിക്കേണ്ടിയിരുന്നത്. ബലിപീഠം അഭിഷേകം ചെയ്യപ്പെട്ട ദിവസം അതിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടത് നേതാക്കന്മാർ കൊണ്ടുവന്നു. നേതാക്കന്മാർ തങ്ങളുടെ കാണിക്ക ബലിപീഠത്തിന് മുമ്പിൽ സമർപ്പിച്ചു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു: ബലിപീഠ പ്രതിഷ്ഠയ്ക്കുള്ള അവരുടെ കാണിക്ക ഒരു ദിവസം ഒരു നേതാവ് എന്ന ക്രമത്തിൽ അവർ സമർപ്പിക്കട്ടെ. യൂദാഗോത്രത്തിൻ്റേതായി അമ്മിനാദാബിൻ്റെ മകൻ നക്ഷോൻ ആയിരുന്നു ആദ്യ ദിവസം തൻ്റെ കാണിക്ക കൊണ്ടുവന്നത്. അവൻ്റെ കാണിക്ക വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിൻ്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺ കോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 പെൺകോലാടുകൾ, 1 വയസ്സുള്ള 5 പെൺ ചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് അമിനാദാബിൻ്റെ മകൻ നക്ഷോൻ്റെ കാണിക്ക. 2-ാം ദിവസം ഇസാക്കർ ഗോത്രത്തിൻ്റെ നേതാവും സുവാറിൻ്റെ മകനുമായ നെത്തനേൽ കാഴ്ച സമർപ്പിച്ചു. അവൻ കൊണ്ടുവന്ന തൻ്റെ കാണിക്ക വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക,
70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിൻ്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺകോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് സുവാറിൻ്റെ മകൻ നത്തനേലിൻ്റെ കാണിക്ക. 3-ാം ദിവസം സെബുലൂന്യരുടെ നേതാവായ ബേലോൻ്റെ പുത്രൻ എലിയാബ് ആണ് കാഴ്ച സമർപ്പിച്ചത്. അവൻ്റെ കാണിക്ക വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേർത്ത മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിൻ്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺകോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് ഹേലോൻ്റെ പുത്രൻ എലിയാബിൻ്റെ കാണിക്ക. 4-ാം ദിവസം റൂബന്യരുടെ നേതാവായ ഷെദയൂറിൻ്റെ മകൻ എലിസൂറാണ് കാഴ്ച സമർപ്പിച്ചത്. അവൻ്റെ കാണിക്ക വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, ഇവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിൻ്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ആൺചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺകോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് ഷെദയൂറിൻ്റെ മകൻ എലിസൂറിൻ്റെ കാണിക്ക. 5-ാം ദിവസം ശിമെയോന്യരുടെ നേതാവായ സുരിഷദ്ദായിയുടെ മകൻ ഷെലുമിയേൽ ആണ് കാഴ്ച സമർപ്പിച്ചത്. അവൻ്റെ കാണിക്ക വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, ഇവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിൻ്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺകോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് സുരിഷാദായിയുടെ മകൻ ഷെലൂമിയേലിൻ്റെ കാണിക്ക. 6-ാം ദിവസം ഗാദ്യരുടെ നേതാവായ റൗവേലിൻ്റെ മകൻ എലിയാസാഫത്ത് ആണ് കാഴ്ച സമർപ്പിച്ചത്. അവൻ്റെ കാണിക്ക വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 80 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, ഇവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിൻ്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ആൺചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺകോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് റൗവേലിൻ്റെ മകൻ എലിയാസാഫിൻ്റെ കാണിക്ക. 7-ാം ദിവസം എഫ്രായിമ്യരുടെ നേതാവായ അമ്മിഹൂദിൻ്റെ മകൻ എലിഷാമ ആണ് കാഴ്ച സമർപ്പിച്ചത്. അവൻ്റെ കാണിക്ക വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, ഇവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിൻ്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺകോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺചെമ്മരിയാടുകൾ ആയിരുന്നു. ഇതാണ് അമ്മിഹൂദിൻ്റെ പുത്രൻ എലിഷാമയുടെ കാണിക്ക. 8-ാം ദിവസം മനാസ്യരുടെ നേതാവായ പെദാഹ്സൂറിൻ്റെ മകൻ ഗമാലിയേൽ ആണ് കാഴ്ച സമർപ്പിച്ചത്. അവൻ്റെ കാണിക്ക വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, ഇവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിൻ്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട്,
പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺകോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് പെദാക്സൂറിൻ്റെ മകൻ ഗമാലിയേലിൻ്റെ കാണിക്ക. 9-ാം ദിവസം ബെഞ്ചമിന്യരുടെ നേതാവായ ഗിദെയോനിയുടെ മകൻ അബിദാനാണ് കാഴ്ച സമർപ്പിച്ചത്. അവൻ്റെ കാണിക്ക വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, ഇവ 2 നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിൻ്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺകോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് ഗിദെയോനിയുടെ പുത്രൻ അബിദാൻ്റെ കാണിക്ക. 10-ാം ദിവസം ദാന്യരുടെ നേതാവായ അമിഷദായിയുടെ മകൻ അഹിയസർ ആണ് കാഴ്ച സമർപ്പിച്ചത്. അവൻ്റെ കാണിക്ക വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, ഇവ 2 നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിൻ്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺകോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് അമിഷദായിയുടെ മകൻ അഹിയസറിൻ്റെ കാണിക്ക. 11-ാം ദിവസം ആഷേര്യരുടെ നേതാവായ ഒക്രാൻ്റെ മകൻ പഗിയേലാണ് കാഴ്ച സമർപ്പിച്ചത്. അവൻ്റെ കാണിക്ക വിശുദ്ധ സ്ഥലത്ത് ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ 2 നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിൻ്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺകോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് ഒക്രാൻ്റെ മകൻ പഗിയേലിൻ്റെ നൈവേദ്യം. 12-ാം ദിവസം നഫ്താലിയുടെ നേതാവായ യനാൻ്റെ മകൻ അഹീറ ആണ് കാഴ്ച സമർപ്പിച്ചത്. അവൻ്റെ കാണിക്ക വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, ഇവ 2 നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിൻ്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺകോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് യാനോൻ്റെ മകൻ അഹീറായുടെ കാണിക്ക. ബലിപീഠം അഭിഷേകം ചെയ്യപ്പെട്ട ദിവസം ഇസ്രായേൽ നേതാക്കന്മാരിൽ നിന്ന് അതിനുള്ള പ്രതിഷ്ഠാ വഴിപാട് ഇതായിരുന്നു: 12 വെള്ളിത്തളികൾ, 12 വെള്ളിക്കിണ്ണങ്ങൾ, 12 സ്വർണ്ണ കലശങ്ങൾ, ഒരു തളിക 130 വെള്ളി, ഒരു കിണ്ണം 70. വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം പാത്രങ്ങളുടെ ആകെ വെള്ളിത്തൂക്കം 2400. ധൂപനദ്രവ്യം നിറച്ച 12 സ്വർണ്ണ കലശങ്ങൾ. വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം കലശത്തിന് 10 വീതം. കലശങ്ങൾക്കുള്ള ആകെ സ്വർണ്ണത്തൂക്കം 120 ഷെക്കൽ. ഹോമയാഗത്തിനുള്ള ആകെ കന്നുകാലികൾ, മൂരിക്കിടാവുകൾ 12, മുട്ടാടുകൾ 12, 1 വയസ്സുള്ള ആൺചെമ്മരിയാടുകൾ 12, ഒപ്പം അവയുടെ ധാന്യയാഗവും. പാപമുക്തിയാഗത്തിനുള്ള ആൺകോലാടുകൾ 12, സമാധാന ബലിക്കുള്ള ആകെ കന്നുകാലികൾ, മൂരികൾ 24, മുട്ടാടുകൾ 60, ആൺകോലാടുകൾ 60, 1 വയസ്സുള്ള ആൺചെമ്മരിയാടുകൾ 60. ബലിപീഠം അഭിഷേകം ചെയ്ത ശേഷം ഇതായിരുന്നു അതിൻ്റെ പ്രതിഷ്ഠാപന വഴിപാട്. അവിടുന്നുമായി സംസാരിക്കാൻ മോശ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ സാക്ഷ്യപേടകത്തിന് മുകളിലെ കൃപാസനത്തിന് മേൽ നിന്ന് 2 കെരൂബുകൾക്കിടയിൽ നിന്ന് ഒരു സ്വരം തന്നോട് സംസാരിക്കുന്നത് അവൻ കേൾക്കുമായിരുന്നു. അങ്ങനെ അവിടുന്ന് അവനോട് സംസാരിച്ചിരുന്നു. നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായം. ഇസ്രായേലും 7 ജനതകളും. നീ ചെന്ന് കൈവശമാക്കാൻ പോകുന്ന ദേശത്തേക്ക് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ കൊണ്ടുപോകുന്നതുകൊണ്ട് നിന്റെ മുമ്പിൽ നിന്ന് അനേകം ജനതകളെ, നിന്നേക്കാൾ ഏറിയതും ശക്തവുമായ ഹിത്യർ,
ഹിർഗാഷ്യർ, അമോര്യർ, കാനാന്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നീ 7 ജനതകളെ അവിടുന്ന് നിഷ്കാസനം ചെയ്യും. നിൻ്റെ ദൈവമായ കർത്താവ് അവരെ നിൻ്റെ മുമ്പിൽ ഏൽപ്പിക്കുമ്പോൾ നീ അവരെ പ്രഹരിച്ച് ഉന്മൂലന വിധേയരാക്കണം. അവരുമായി നീ ഉടമ്പടി ഉണ്ടാക്കരുത്. അവരോട് ദയ കാണിക്കുകയും അരുത്. നീ അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്. നിൻ്റെ പുത്രിയെ നീ അവൻ്റെ പുത്രന് കൊടുക്കരുത്. അവൻ്റെ പുത്രിയെ നിൻ്റെ പുത്രന് വേണ്ടി സ്വീകരിക്കുകയും അരുത്. എന്തെന്നാൽ അവൻ നിൻ്റെ പുത്രനെ എൻ്റെ പിന്നിൽ നിന്ന് അകറ്റുകയും അവർ മറ്റു ദേവന്മാരെ സേവിക്കുകയും ചെയ്യും. അപ്പോൾ കർത്താവിൻ്റെ കോപം നിങ്ങൾക്കെതിരെ ജ്വലിക്കുകയും അത് നിന്നെ നൊടിയിടയിൽ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യും. പ്രത്യുത ഇപ്രകാരമാണ് നിങ്ങൾ അവരോട് ചെയ്യേണ്ടത്. നിങ്ങൾ അവരുടെ ബലിപീഠങ്ങൾ മറിച്ചിടണം, സ്തംഭങ്ങൾ തകർക്കണം, അക്ഷേരാകൾ വെട്ടിവീഴ്ത്തണം, വിഗ്രഹങ്ങൾ തീയിൽ ചുട്ടരിക്കണം. എന്തെന്നാൽ നിൻ്റെ ദൈവമായ കർത്താവിന് നീ ഒരു വിശുദ്ധ ജനമാണ്. ഭൂമുഖത്തുള്ള എല്ലാ ജനതകളെയുംക്കാൾ തനിക്ക് ശ്രേഷ്ഠജനമാകേണ്ടതിന് നിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവ് നിങ്ങളെ ഇഷ്ടപ്പെട്ടതും തിരഞ്ഞെടുത്തതും എല്ലാ ജനങ്ങളെക്കാളും നിങ്ങളെ സംഖ്യാതീതമായിരുന്നതുകൊണ്ടല്ല, നിങ്ങൾ മറ്റെല്ലാ ജനങ്ങളിലും വെച്ച് തീർത്തും കുറവായിരുന്നല്ലോ. തീർച്ചയായും കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ശബ്ദം പാലിച്ചതുകൊണ്ടുമാണ് ശക്തമായ കരത്താൽ കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നതും ഈജിപ്ത് രാജാവായ ഫറവോയുടെ കയ്യിൽ നിന്ന് അടിമകളുടെ ഭവനത്തിൽ നിന്ന് വിമോചനം ചെയ്തതും. അതിനാൽ ഇത് നീ അറിയണം, നിൻ്റെ ദൈവമായ കർത്താവ് തന്നെയാണ് ദൈവം. തന്നെ സ്നേഹിക്കുന്നവരോടും തൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരോടും 1000 തലമുറകളോളം ഉടമ്പടിയും കരുണയും കാത്തുപാലിക്കുന്ന വിശ്വസ്തനായ ദൈവം. തന്നെ വെറുക്കുന്നവരെ നേരിട്ട് നശിപ്പിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യുന്നവൻ. തന്നെ വെറുക്കുന്നവരോട് നേരിട്ട് പ്രതികാരം ചെയ്യാൻ അവിടുന്ന് വൈകുകയില്ല. ആകയാൽ നീ അനുവർത്തിക്കാനായി ഞാനിന്ന് നിന്നെ അനുശാസിക്കുന്ന കൽപ്പനയും ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും നീ പാലിക്കണം. നിങ്ങൾ ഈ ന്യായപ്രമാണങ്ങൾ കേൾക്കുകയും അവ കാത്ത് അനുവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ പിതാക്കന്മാരോട് ശബ്ദം ചെയ്ത ഉടമ്പടിയും കരുണയും നിന്നോട് പാലിക്കും. അവിടുന്ന് നിന്നെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിനക്ക് തരാനായി അവിടുന്ന് നിൻ്റെ പിതാക്കന്മാരോട് ശബ്ദം ചെയ്തിട്ടുള്ള ഭൂമിയിൽ നിൻ്റെ ഉദരഫലത്തെയും ഭൂഫലത്തെയും ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയെയും കന്നുകാലി പ്രജനനത്തെയും അജഗർഭങ്ങളെയും അവിടുന്ന് ആശീർവദിക്കും. നീ എല്ലാ ജനങ്ങളെയുംകാൾ അനുഗ്രഹീതനായിരിക്കും. നിന്നിലോ നിൻ്റെ മൃഗഗണത്തിലോ ഷണ്ടനോ വന്ധിയോ ഉണ്ടായിരിക്കുകയില്ല. കർത്താവ് നിന്നിൽ നിന്ന് ഏത് രോഗവും അകറ്റും. നീ അറിഞ്ഞിട്ടുള്ള ഈജിപ്തിൻ്റെ ദുർവ്യാധികളൊന്നും അവിടുന്ന് നിനക്ക് വരുത്തുകയില്ല. എന്നാൽ നിന്നെ വെറുക്കുന്നവർക്കെല്ലാം അവ നൽകും. നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് ഏൽപ്പിച്ചു തരുന്ന ജനങ്ങളെയെല്ലാം നീ സംഹരിക്കണം. അവരുടെ മേൽ നിൻ്റെ ദയാകടാക്ഷം ഉണ്ടാകരുത്. അവരുടെ ദേവന്മാരെ നീ സേവിക്കരുത്. എന്തെന്നാൽ അത് നിനക്ക് കെണിയാകും. ഈ ജനതകൾ എന്നേക്കാൾ വലുതാണ്. അവരെ എങ്ങനെ എനിക്ക് നിഷ്കാസനം ചെയ്യാനാകും എന്ന് നീ ഹൃദയത്തിൽ ചോദിക്കുന്നുവെന്നിരിക്കട്ടെ. നീ അവരെ ഭയപ്പെടേണ്ടതില്ല. നിൻ്റെ ദൈവമായ കർത്താവ് ഫറവോയോടും എല്ലാ ഈജിപ്തുകാരോടും ചെയ്തത് ഒന്നോർത്തു നോക്കൂ. നിൻ്റെ കണ്ണുകൾ കണ്ട മഹാപരീക്ഷകൾ, നിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവന്ന അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, ശക്തമായ കരം, നീട്ടിയ ഭുജം എന്നിവ. ആരുടെ മുമ്പിൽ നീ ഭയപ്പെടുന്നുവോ ആ ജനങ്ങളോടെല്ലാം നിൻ്റെ ദൈവമായ കർത്താവ് അതുപോലെ തന്നെ പ്രവർത്തിക്കും. മാത്രമല്ല, അവശേഷിക്കുന്നവരും നിൻ്റെ മുമ്പിൽ നിന്ന് സ്വയം ഒളിക്കുന്നവരും നശിക്കുന്നതുവരെ അവരുടെ ഇടയിലേക്ക് കടന്നൽ കൂട്ടത്തെ നിൻ്റെ ദൈവമായ കർത്താവ് അയക്കും. അവരുടെ മുമ്പിൽ നീ സംഭീതനാകരുത്. എന്തെന്നാൽ നിൻ്റെ ദൈവമായ കർത്താവ് വലിയവനും ഭീതിതനുമായ ദൈവമായി നിൻ്റെ മധ്യയുണ്ട്. നിൻ്റെ ദൈവമായ കർത്താവ് ഈ ജനതകളെ നിൻ്റെ മുമ്പിൽ നിന്ന് ഘട്ടം ഘട്ടമായി പുറന്തള്ളും. അവരെ തിടുക്കത്തിൽ ഇല്ലാതാക്കാൻ നിനക്ക് കഴിയാതിരിക്കുന്നതുകൊണ്ട് വന്യമൃഗഗണം നിനക്കെതിരെ പെരുകാതിരിക്കും. നിൻ്റെ ദൈവമായ കർത്താവ് അവരെ നിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചു തരും. അവർ ഇല്ലായ്മ ചെയ്യപ്പെടുന്നതുവരെ അവിടുന്ന് അവരെ വലിയ പരിഭ്രാന്തിക്കിരയാക്കുകയും ചെയ്യും. അവരുടെ രാജാക്കന്മാരെ അവിടുന്ന് നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ആകാശത്തിൻ കീഴിൽ നിന്ന് അവരുടെ നാമം നീ നശിപ്പിക്കും. നീ അവരെ ഇല്ലായ്മ ചെയ്യുന്നതുവരെ ആരും നിൻ്റെ മുമ്പിൽ നിലയുറപ്പിക്കുകയില്ല. അവരുടെ ദേവവിഗ്രഹങ്ങൾ നിങ്ങൾ അഗ്നിയിൽ ദഹിപ്പിക്കണം. നീ അതുവഴി കെണിയിലകപ്പെടാതിരിക്കാൻ അവയ്ക്കുമേലുള്ള വെള്ളിയോ സ്വർണമോ
നീ മോഹിക്കുകയോ നിനക്കായി എടുക്കുകയോ അരുത്. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിന് അത് നിന്ദ്യവസ്തുവാണ്. നിന്ദ്യവസ്തു നീ നിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകരുത്. അതിനെപ്പോലെ നീയും നിഷിദ്ധനാകും. നീ അത് നിശേഷം വെറുക്കുകയും പൂർണ്ണമായി വർജിക്കുകയും വേണം. എന്തെന്നാൽ അത് നിഷിദ്ധ വസ്തുവാണ്. 92-ാം സങ്കീർത്തനം. നീതിമാൻ സന്തോഷിക്കുന്നു. കീർത്തനം, ഗീതം സാബത്ത് ദിവസത്തിന്. കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുന്നതും അത്യുന്നത അങ്ങേ നാമം പ്രകീർത്തിക്കുന്നതും ഉത്തമമല്ലോ. പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യവും രാത്രിതോറും അങ്ങയുടെ വിശ്വസ്തതയും വർണ്ണിക്കുന്നതും അങ്ങനെ തന്നെ. ഇത് ദശതന്ത്രീനാദവും വീണാനാദവും കിന്നരത്തിലെ സംഗീതനാദവും കൊണ്ടത്രേ. എന്തെന്നാൽ കർത്താവെ, അങ്ങയുടെ പ്രവൃത്തി മൂലം അങ്ങനെ സന്തോഷിപ്പിച്ചു. അങ്ങയുടെ കരവേലകൾ മൂലം ഞാൻ ആരവമുതിർക്കുന്നു. കർത്താവെ, അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയമായിരിക്കുന്നു. അങ്ങയുടെ പദ്ധതികൾ വളരെ അഗാധമാണ്. ബുദ്ധിഹീനൻ ഇത് അറിയുന്നില്ല, ഭോഷൻ ഗ്രഹിക്കുന്നുമില്ല. ദുഷ്ടർ പുല്ലുപോലെ മുളച്ചു പൊങ്ങുന്നെങ്കിൽ, ദുഷ്കർമ്മികളെല്ലാം പച്ച പിടിക്കുന്നെങ്കിൽ അത് എന്നേക്കുമായി അവർ നശിപ്പിക്കപ്പെടാനാണ്. എന്നാൽ കർത്താവെ, അങ്ങ് എന്നേക്കും ഉന്നതനാണ്. കർത്താവെ, ഇതാ നിശ്ചയമായും അങ്ങയുടെ ശത്രുക്കൾ നശിക്കും. ദുഷ്കർമ്മികളെല്ലാം ചിതറിക്കപ്പെടും. എന്നാൽ അങ്ങ് കാട്ടുപോത്തിൻ്റേതുപോലെ എൻ്റെ കൊമ്പ് ഉയർത്തി, പരിക്ഷീണനായ ഞാൻ തൈലം കൊണ്ട് ഉന്മേഷവാനായി. എനിക്കായി പതിയിരിക്കുന്നവരെ എൻ്റെ കണ്ണുകൾ വീക്ഷിച്ചു. എനിക്കെതിരെ ദുർവൃത്തർ എഴുന്നേൽക്കുന്നതിനെക്കുറിച്ച് എൻ്റെ ചെവികൾ കേട്ടു. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ വളർന്നു പൊങ്ങും. കർത്താവിൻ്റെ ഭവനത്തിൽ പറിച്ചു നടപ്പെടുന്നവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണങ്ങളിൽ പുഷ്പിക്കുന്നു. വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും. അവർ പുഷ്ടിയുള്ളവരും ഉന്മേഷമുള്ളവരുമായിരിക്കും. എൻ്റെ പാറയായ കർത്താവ് പരമാർത്ഥതയുള്ളവനാണ്. അവിടുന്ന് തിന്മയില്ല എന്ന് പ്രഘോഷിക്കാൻ തന്നെ.